വെൽക്കം ടു വേ ടു PSC യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്ക് 2025 പ്രധാനപ്പെട്ട ദിവസങ്ങളും ആ ദിവസങ്ങളിലെ പ്രത്യേകതകളുടെ തീംസ്, അതായത് പ്രമേയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് PSC സാധാരണ ചോദിക്കുന്ന ഒരു ഭാഗമാണ്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ഡേറ്റ് തന്നിട്ട് അതിൻ്റെ തീം എന്താണെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാം. ഫസ്റ്റ് വൺ, ഫെബ്രുവരി 2. ലോക തണ്ണീർത്തട ദിനമാണ് ഫെബ്രുവരി 2. ആ ദിവസത്തെ തീം എന്താണെന്ന് നോക്കാം. 2025 ലോക തണ്ണീർത്തട ദിനത്തിൻ്റെ തീം എന്താണെന്ന് നോക്കാം. നമ്മുടെ പൊതുവായ ഭാവിക്കായി തണ്ണീർത്തടങ്ങൾ സംരക്ഷിക്കുന്നു. ഇതാണ് 2025 തീം. ഇനി 2024 തീം നോക്കുകയാണെങ്കിൽ തണ്ണീർത്തടങ്ങളും മനുഷ്യൻ്റെ ക്ഷേമവും. ഇതാണ് 2024 തീം. അപ്പോൾ ഫെബ്രുവരി 2 ലോക തണ്ണീർത്തട ദിനം. നെക്സ്റ്റ് ഡേറ്റ് മാർച്ച് 8, അന്താരാഷ്ട്ര വനിതാ ദിനം. 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ പ്രമേയം എന്താണെന്ന് നോക്കാം. എല്ലാ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും അവകാശങ്ങൾ, സമത്വം, ശാക്തീകരണം. ഫോർ ഓൾ വുമൺ ആൻഡ് ഗേൾസ് റൈറ്റ്സ്, ഇക്വാലിറ്റി, എംപവർമെൻറ്റ്. ഇതാണ് 2025 അന്താരാഷ്ട്ര വനിതാ ദിനത്തിൻ്റെ തീം. നെക്സ്റ്റ് വൺ, മാർച്ച് 13 ലോക വൃക്ക ദിനം. എല്ലാ വർഷവും മാർച്ചിലെ 2ാമത്തെ വ്യാഴാഴ്ചയാണ് ലോക വൃക്ക ദിനം ആചരിക്കുന്നത്. 2025 ലോക വൃക്ക ദിനത്തിൻ്റെ പ്രമേയം നിങ്ങളുടെ വൃക്കകൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടോ, നേരത്തെ കണ്ടെത്തുക, വൃക്കകളുടെ ആരോഗ്യം സംരക്ഷിക്കുക. ഇതാണ് 2025 പ്രമേയം. 2024 തീം നോക്കിയാൽ ആരോഗ്യമുള്ള വൃക്കകൾ എവിടെയും എല്ലാവർക്കും, രോഗപ്രതിരോധം മുതൽ നിർണയം വരെ തുല്യ പരിരക്ഷണത്തിൻ്റെ ലഭ്യത. ഇതാണ് 2024 തീം. നെക്സ്റ്റ് വൺ, മാർച്ച് 21 ലോക വനദിനം. ലോക വനദിനത്തിലെ 2025 തീമാണ് ദ തീം ഫോർ ദിസ് ഇയർ ഈസ് ഫോറസ്റ്റ്സ് ആൻഡ് ഫുഡ്. ഇതാണ് 2025 തീം. ഇനി 2024 നോക്കാം. ഫോറസ്റ്റ് ആൻഡ് ഇന്നോവേഷൻ, ന്യൂ സൊല്യൂഷൻ ഫോർ ബെറ്റർ വേൾഡ്. ഇതാണ് 2024 പ്രമേയം. നെക്സ്റ്റ് വൺ, മാർച്ച് 22 ലോക ജലദിനം. 2025 ലോക ജലദിനത്തിൻ്റെ പ്രമേയം ഹിമാനി സംരക്ഷണമാണ്, ഗ്ലേഷ്യർ പ്രിസർവേഷൻ. ഇനി 2024 തീം നോക്കിയാൽ സമാധാനത്തിനായി ജലം, ലിവറേജിങ് വാട്ടർ ഫോർ പീസ്. ഇതാണ് 2024 പ്രമേയം. നെക്സ്റ്റ് വൺ, മാർച്ച് 23 ലോക കാലാവസ്ഥാ ദിനം. ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ 2025 പ്രമേയം മുൻകൂട്ടിയുള്ള മുന്നറിയിപ്പ്, വിടവ് ഒരുമിച്ച് നികത്തുക, ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗെദർ. ഇനി 2024 പ്രമേയം നോക്കാം. കാലാവസ്ഥാ പ്രവർത്തനത്തിൻ്റെ മുൻനിരയിൽ, അറ്റ് ദ ഫ്രണ്ട് ലൈൻ ഓഫ് ക്ലൈമറ്റ് ആക്ഷൻ. ഇതാണ് ലോക കാലാവസ്ഥാ ദിനത്തിൻ്റെ 2025 2024 പ്രമേയം. നെക്സ്റ്റ് വൺ, മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഇതിൻ്റെ 2025 പ്രമേയം അതെ, നമുക്ക് ക്ഷയരോഗത്തെ തുടച്ചു നീക്കാം, പ്രതിബദ്ധത, നിക്ഷേപം എത്തിക്കുക. യെസ്, വി ക്യാൻ എൻഡ് TB, കമ്മിറ്റ്, ഇൻവെസ്റ്റ്. ഇങ്ങനെയാണ് 2025 പ്രമേയം. ഇനി 2024 ഒന്ന് നോക്കാം. യെസ്, വി ക്യാൻ എൻഡ് TB. ഇങ്ങനെയാണ് 2025 2024 ലോക ക്ഷയരോഗ ദിനത്തിൻ്റെ പ്രമേയങ്ങൾ. അപ്പോൾ ക്ഷയരോഗ ദിനം എന്നാണ് മാർച്ച് 24. നെക്സ്റ്റ് വൺ, ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനത്തിൻ്റെ 2025 പ്രമേയം ഹെൽത്ത്ലി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചേഴ്സ്. ഇനി 2024 എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം, മൈ ഹെൽത്ത് മൈ റൈറ്റ്. അപ്പോൾ ഏപ്രിൽ 7 ലോകാരോഗ്യ ദിനം. നെക്സ്റ്റ് വൺ, ഏപ്രിൽ 22 ലോക ഭൗമദിനം. ലോക ഭൗമദിനത്തിൻ്റെ 2025 പ്രമേയം അവർ പവർ അവർ പ്ലാനറ്റ്, നമ്മുടെ ശക്തി നമ്മുടെ ഗ്രഹം. ഇനി 2024 പ്രമേയം പ്ലാനറ്റ് വേഴ്സസ് പ്ലാസ്റ്റിക്. ഇങ്ങനെയാണ് ഏപ്രിൽ 22 ലോക ഭൗമദിനത്തിൻ്റെ 2024 2025 പ്രമേയങ്ങൾ. നെക്സ്റ്റ് വൺ, മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം, അതായത് മെയ് ദിനം. മെയ് ദിനത്തിൻ്റെ 2025 പ്രമേയം തൊഴിലാളികളുടെ സുരക്ഷയും ആരോഗ്യവും. അപ്പം മെയ് 1 അന്താരാഷ്ട്ര തൊഴിലാളി ദിനം. നെക്സ്റ്റ് വൺ, മെയ് 22 അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനം.
ഇതിൻ്റെ 2025 പ്രമേയം പ്രകൃതിയോടുള്ള ഐക്യവും സുസ്ഥിര വികസനവും, ഹാർമണി വിത്ത് നേച്ചർ ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. ഇതാണ് 2025 പ്രമേയം. ഇനി 2024 പ്രമേയം നോക്കിയാൽ ബി പാർട്ട് ഓഫ് ദ പ്ലാൻ. ഇങ്ങനെയാണ് അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ 2025 2024 പ്രമേയങ്ങൾ. നെക്സ്റ്റ് വൺ, മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇത് 2025 പ്രമേയം ആകർഷണം അനാവരണം ചെയ്യുന്നു, പുകയില നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങളുടെ വ്യവസായ തന്ത്രങ്ങൾ വെളിപ്പെടുത്തുന്നു. അതായത് അൺമാസ്കിംഗ് ദ അപ്പീൽ, എക്സ്പോസിംഗ് ഇൻഡസ്ട്രി ടാക്ടിക്സ് ഓൺ ടൊബാക്കോ ആൻഡ് നിക്കോട്ടിൻ പ്രൊഡക്ട്സ്. ഇതാണ് 2025 പ്രമേയം. ഇനി 2024 പ്രമേയം നോക്കിയാൽ പുകയില വ്യവസായത്തിൻ്റെ ഇടപെടലുകളിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക. ഇതാണ് 2024 പ്രമേയം. അപ്പോൾ മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. നെക്സ്റ്റ് വൺ, ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. ലോക പരിസ്ഥിതി ദിനത്തിലെ 2025 പ്രമേയം എൻഡിങ് പ്ലാസ്റ്റിക് പൊല്യൂഷൻ. ഇനി ഇതിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം റിപ്പബ്ലിക് ഓഫ് കൊറിയ, ജുഹു ദ്വീപ്. 2024 പ്രമേയം നോക്കിയാൽ ഭൂമി പുനരുദ്ധാരണം, മരുഭൂവൽക്കരണം, വരൾച്ച പ്രതിരോധം. ഈ 2024 ആതിഥേയത്വം വഹിച്ച രാജ്യം സൗദി അറേബ്യ. അപ്പോൾ ജൂൺ 5 ലോക പരിസ്ഥിതി ദിനം. നെക്സ്റ്റ് വൺ, ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ 2025 തീം ഏകഭൂമി ഏകാരോഗ്യത്തിന് യോഗ. ഇനി 2024 തീം നോക്കുകയാണെങ്കിൽ യോഗ ഫോർ സെൽഫ് ആൻഡ് സൊസൈറ്റി, അവരവർക്കും സമൂഹത്തിനും യോഗ. ഇതാണ് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൻ്റെ 2025 2024 പ്രമേയം. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനം. നെക്സ്റ്റ് വൺ, ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനം. ലോക ലഹരി വിരുദ്ധ ദിനത്തിൻ്റെ 2024 തീമാണ് ദ എവിഡൻസ് ഈസ് ക്ലിയർ, ഇൻവെസ്റ്റ് ഇൻ പ്രിവെൻഷൻ. ഇപ്പോൾ 2024 തീമാണ് ഞാൻ പറഞ്ഞത്. ജൂൺ 26 ലോക ലഹരി വിരുദ്ധ ദിനമാണ്. നെക്സ്റ്റ് വൺ, ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനം. ലോക ജനസംഖ്യാ ദിനത്തിൻ്റെ 2024 തീം നോക്കാം. ടു ലീവ് നോ വൺ ബിഹൈൻഡ്, കൗണ്ട് എവരി വൺ. ഇതാണ് 2024 തീം. ജൂലൈ 11 ലോക ജനസംഖ്യാ ദിനമാണ്. നെക്സ്റ്റ് വൺ, സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ലോക ഹൃദയ ദിനത്തിൻ്റെ 2025 തീം നോക്കാം. ഹെർട്ട്ലി ബിഗിനിങ്സ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. ഇനി 2024 തീം യൂസ് ഹാർട്ട് ഫോർ ആക്ഷൻ. അപ്പോൾ സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. നെക്സ്റ്റ് വൺ, ലോക ഭക്ഷ്യദിനം, ഒക്ടോബർ 16. ഈ ലോക ഭക്ഷ്യദിനത്തിൻ്റെ 2025 പ്രമേയമാണ് FAO's 18th ആനിവേഴ്സറി. ഇനി 2024 പ്രമേയം റൈറ്റ് ടു ഫുഡ്സ് ഫോർ എ ബെറ്റർ ലൈഫ് ആൻഡ് എ ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ഇതാണ് 2024 2025 ലോക ഭക്ഷ്യദിനത്തിൻ്റെ പ്രമേയം. ഒക്ടോബർ 16 ലോക ഭക്ഷ്യദിനം. നെക്സ്റ്റ് വൺ, ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. 2024 ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ തീമാണ് ശരിയായ പാത സ്വീകരിക്കുക, എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം. ടേക്ക് ദ റൈറ്റ് പാത്ത്, മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഇതാണ് ലോക എയ്ഡ്സ് ദിനത്തിൻ്റെ 2024 തീം. ഡിസംബർ 1 ലോക എയ്ഡ്സ് ദിനം. നെക്സ്റ്റ് വൺ, ഡിസംബർ 5 ലോക മണ്ണ് ദിനം. ലോക മണ്ണ് ദിനത്തിൻ്റെ 2024 പ്രമേയം നോക്കാം. മണ്ണിൻ്റെ പരിപാലനം, അളക്കുക, നിരീക്ഷിക്കുക, നിയന്ത്രിക്കുക. കെയറിംഗ് ഫോർ സോയിൽസ്, മെഷർ, മോണിറ്റർ, മാനേജ്. അപ്പോൾ ഡിസംബർ 5 ലോക മണ്ണ് ദിനം. നെക്സ്റ്റ് വൺ, ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. ലോക മനുഷ്യാവകാശ ദിനത്തിൻ്റെ 2024 പ്രമേയം നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. അവർ റൈറ്റ്സ്, അവർ ഫ്യൂച്ചർ റൈറ്റ് നൗ. ഡിസംബർ 10 ലോക മനുഷ്യാവകാശ ദിനം. നെക്സ്റ്റ് വൺ, ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം. 2024 തീം വിർച്വൽ ഹിയറിംഗ്സ് ആൻഡ് ഡിജിറ്റൽ ആക്സസ് ടു കൺസ്യൂമർ ജസ്റ്റിസ്. ഇപ്പോൾ ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനം.
ഇത്രയും പ്രധാനപ്പെട്ട ദിനങ്ങളും അതിലെ പ്രധാനപ്പെട്ട പ്രമേയങ്ങളുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇങ്ങനെ ഈ ക്ലാസ് കാണുന്നതിലൂടെ നിങ്ങൾക്ക് പ്രധാനപ്പെട്ട ദിവസത്തിൻ്റെ അതിന് ഡേറ്റ് കൂടി പഠിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഡേറ്റും പഠിക്കുക, അതിൻ്റെ പ്രമേയവും പഠിക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. മൊത്തം ഡേറ്റ് ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞതിൻ്റെ മാത്രം പഠിച്ചാൽ മതി. എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ഡേറ്റ് വെച്ചിട്ട് തന്നെ ചോദിക്കും. ഈ ജലദിനം എന്നാണ്, ഭക്ഷ്യദിനം എന്നാണ്, ഇങ്ങനെയെല്ലാം ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ഈ 2 കാര്യങ്ങളും ഈ വീഡിയോയിലൂടെ തന്നെ നിങ്ങൾ പഠിക്കാം.